ഹലോ മൈ ഡിയേഴ്സ്, ഐ ആം യുവർ ദിവ്യ സജിത്ത്. നമ്മളെ ഓരോരുത്തരെയും ഓരോ ദിവസവും ഉയർത്തുന്നത് നമ്മുടെ പ്രതീക്ഷകളാണ്. ഓരോ പ്രതീക്ഷകളിലാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മുടെ പ്രതീക്ഷകളെ മാറ്റിവെക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ മാറ്റിവെച്ചിരുന്നാൽ അതിൽ നിരാശയും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാത്രമേ ഉണ്ടാവൂ. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്വയത്തെ നമ്മൾ അറിയണം. നമ്മളെക്കുറിച്ചൊരു അവബോധം നമ്മൾക്കുണ്ടാകണം. നമ്മുടെ സെൽഫിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആരാണെന്നുള്ള ബോധം കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ചുറ്റും എന്താണെന്നോ മറ്റുള്ളവർ എന്ത് കരുതുന്നോ നമ്മൾ വിചാരിക്കാനേ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നന്മയും സന്തോഷവും നിറയ്ക്കുക. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളവരുണ്ടാകാം, കുറ്റപ്പെടുത്തിയിട്ടുള്ളവരുണ്ടാവാം, കുറ്റം പറഞ്ഞിട്ടുള്ളവരുണ്ടാകാം, എല്ലാ സാഹചര്യത്തിലും നിങ്ങളെ നിരാശയുടെ പടുകുഴിയിൽ തള്ളിയിട്ടവരുണ്ടാകാം. എപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്നവരായിരിക്കും നമുക്ക് ചുറ്റും കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ അവരെ ഓർത്ത് വിഷമിക്കാതെ, അവരോട് നമുക്ക് പ്രതികാര മനസ്സൊന്നും ഉണ്ടാകാതെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക, വിട്ടുകളയുക നമ്മുടെ ജീവിതത്തിൽ നിന്നും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരോട് നമുക്ക് ക്ഷമിക്കാം. കാരണം നമ്മൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ കാണുമ്പോൾ അവരോട് നമുക്ക് പ്രതികാരം ഒന്നും തോന്നാൻ പോകുന്നില്ല. ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ മാത്രം മതി. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അങ്ങനെ പെട്ടെന്നൊക്കെ ക്ഷമിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാം. എന്നാൽ ക്ഷമിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് മാത്രമേ ക്ഷമിക്കാൻ കഴിയൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് ഒരു ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ താഴ്ചയും സ്വാഭാവികം. കുണ്ടും കുഴികളും കല്ലും മണ്ണും സുഖവും ദുഃഖവും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും സന്തോഷം മാത്രമായിരുന്നു ജീവിക്കാൻ പറ്റില്ലല്ലോ. ഈ എല്ലാത്തിൻ്റെയും ഒരു സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. എന്നാൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഖകരമാക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹവും ഉണ്ടാകണം. ഒട്ടും പ്രതിഫലേച്ഛയില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ സ്നേഹിച്ചു നോക്കൂ. നിങ്ങളെ കൊണ്ടാകുന്നതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ അതിൻ്റെ ഇരട്ടി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടത് നന്ദിയും. ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. നമ്മളെ ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ നന്ദിയുള്ള മനസ്സാണ്. എല്ലാത്തിനോടും പറയാറുണ്ടല്ലോ അല്ലേ, നന്ദിയില്ല, ചെയ്ത് കാര്യം കഴിഞ്ഞപ്പോൾ എല്ലാം പോയി. അങ്ങനെയല്ല വേണ്ടത്. ഓരോ കണികകളോടും നമുക്ക് നന്ദി ഉണ്ടാകണം. ആ നന്ദി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. എപ്പോഴും നിങ്ങളെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാക്കിയതിന്, സകല ചരാചരങ്ങളിൽ വെച്ച് മനുഷ്യജന്മം നിങ്ങൾക്ക് കിട്ടിയതിന്, ഒരു മനുഷ്യനായി ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതിന്, ആഗ്രഹിക്കുമ്പോഴൊക്കെ ഓടാനും ചാടാനും നടക്കാനും ചിരിക്കാനും കളിക്കാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹം നിങ്ങൾക്ക് നിറയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അനുഗ്രഹത്തിനോട്, നമ്മുടെ സൃഷ്ടാവിനോടും നമുക്ക് ജന്മം നൽകിയ അച്ഛനോടും അമ്മയോടും ഒക്കെ നമുക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഉയരങ്ങളിലെത്താൻ നമ്മുടെ മനസ്സിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. നമ്മളെ ഉയരങ്ങളിലേക്ക് സ്വയം നമ്മൾ എത്തിയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ: ക്ഷമ, സ്നേഹം, നന്ദി. താങ്ക് യു all. Love you all. I am your Divya Sajit from Div's Happiness Hub.